ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ വീട്ടിൽ ദിവസവും ധാരാളം വേസ്റ്റുകൾ ഉണ്ടാകാറുണ്ട്. ഓർഗാനിക് ആയിട്ടുള്ളതും ഇനോർഗാനിക് ആയിട്ടുള്ളതും. ഓർഗാനിക് ആയിട്ടുള്ള വേസ്റ്റുകളെ കോമ്പോസ്റ്റ് ഉണ്ടാക്കി ചെടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവ വളരെ ഹെൽത്തി ആയിട്ട് വളരും. ഇന്നത്തെ വീഡിയോയിൽ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റുകൾ ഉപയോഗിച്ച് വളമുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമുക്കിതിനായിട്ട് എല്ലാ തരം വേസ്റ്റും ഉപയോഗിക്കാം. പഴങ്ങളുടെയും പച്ചക്കറികളുടെയും തൊലികളും കഴിക്കാൻ പറ്റാത്ത ഭാഗങ്ങളും അതുപോലെ തന്നെ ബാക്കി വന്ന കറികൾ, ചോറ്, കഞ്ഞിവെള്ളം, അരി കഴുകിയ വെള്ളം, പലഹാരങ്ങൾ, സ്നാക്സ്, ദോശമാവ് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ ഗാർഡനിലുള്ള ചെടികളുടെയും മരങ്ങളുടെയും കൊഴിഞ്ഞു വീഴുന്ന ഇലകളും പൂക്കളും, അങ്ങനെ എന്തൊക്കെ വേസ്റ്റായിട്ട് വരുന്നോ അതെല്ലാം എടുക്കാവുന്നതാണ്. കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ അടപ്പുള്ള ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ വേണം. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ചെറിയൊരു ടാപ്പ് ഫിക്സ് ചെയ്യണം. ടാപ്പിൻ്റെ ഉൾഭാഗത്ത്, അതായത് ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഭാഗത്ത് ചെറിയ തുളകളുള്ള നെറ്റ് കെട്ടണം. നെറ്റ് അരിപ്പ പോലെ പ്രവർത്തിക്കാനായിട്ടാണ് കെട്ടുന്നത്. ഈ പാത്രം നിറഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് അതിലുള്ള ലിക്വിഡ്സ് എല്ലാം ടാപ്പ് തുറന്ന് കളക്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ കൂടെ വെള്ളം ചേർത്ത് നേർപ്പിച്ച ശേഷം ചെടികൾക്കൊഴിക്കാം. ഇതിൽ നിന്നും കിട്ടുന്ന ലിക്വിഡ് വേസ്റ്റ് ഒറ്റയടിക്ക് തന്നെ എല്ലാം എടുക്കേണ്ട കാര്യമില്ല. ഓരോ ദിവസവും ആവശ്യമുള്ളത്രയും എടുത്ത് ചെടികൾക്ക് ഒഴിച്ചാൽ മതി. ഈ കണ്ടെയ്നർ നമ്മൾ എപ്പോഴും അടച്ചു വെക്കണം. ഇനി ഈ ബക്കറ്റിൽ ലിക്വിഡ് വേസ്റ്റെല്ലാം തീർന്നു കഴിയുമ്പോൾ ബാക്കി വരുന്ന വേസ്റ്റിന് നമുക്ക് വേറൊരു ബക്കറ്റിൽ കമ്പോസ്റ്റ് ആക്കാനായിട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ബക്കറ്റ് എടുത്തിട്ട് അതിലേക്ക് തുളകളിടണം. തുളകൾ ബക്കറ്റിൻ്റെ ചുറ്റിലും അടിഭാഗത്തും ഇടേണ്ടതാണ്. കാരണം നമ്മൾ എയറോബിക് കമ്പോസ്റ്റിംഗ് ആണ് നടത്തുന്നത്. അപ്പോൾ കാറ്റ് കയറണം ബക്കറ്റിൻ്റെ ഉൾഭാഗത്തേക്ക്. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് വേസ്റ്റ് നിറയ്ക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ ഏറ്റവും അടിയിൽ ഇനി ഒരു ലെയർ കരിയിലയോ ചപ്പ് ചവറോ ഉണ്ടെങ്കിൽ അത് നിറയ്ക്കാം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മണ്ണിടണം. മണ്ണ് നമ്മുടെ കയ്യിൽ ഉപയോഗിച്ച പഴയ മണ്ണുണ്ടാകുമല്ലോ, അതിട്ടാൽ മതി. പക്ഷെ പഴയ മണ്ണ് ഉപയോഗിക്കുന്നതിന് മുമ്പ് അത് നന്നായിട്ട് ഉണക്കണം. കാരണം അതിൽ എന്തെങ്കിലും ഫംഗസോ മറ്റോ ഉണ്ടെങ്കിൽ അതെല്ലാം വെയിലത്ത് വെച്ച് ഉണങ്ങി കഴിയുമ്പോൾ നശിച്ചു പോകും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ നമ്മുടെ വേസ്റ്റ് നിരത്തണം. ഈ ബക്കറ്റിലേക്ക് നമ്മൾ ഡ്രൈ വേസ്റ്റ് മാത്രമാണ് ഇടുന്നത്. ലിക്വിഡ് വേസ്റ്റ് ഇതിലേക്ക് ഇട്ടാൽ അതിൻ്റെ ആ ലിക്വിഡിൽ നിന്നുമുള്ള വളങ്ങളെല്ലാം വേസ്റ്റായി പോകും. ഇതിൻ്റെ തുളകളിലൂടെ ആ വെള്ളം ഇറങ്ങി വരും, പക്ഷെ നമുക്കത് കളക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ലിക്വിഡ് വേസ്റ്റിൽ നിന്നുള്ള വളങ്ങളും കൂടി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ആ വലിയ കണ്ടെയ്നർ ഉപയോഗിക്കുന്നത്. ഇനി വീണ്ടും ഈ വേസ്റ്റിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് നിരത്തണം. എന്നിട്ട് വീണ്ടും ഒരു ലെയർ വേസ്റ്റ്, ഇതുപോലെ ഒരു ലെയർ വേസ്റ്റ് ഒരു ലെയർ മണ്ണ് എന്ന രീതിയിൽ ബക്കറ്റ് നിറയുന്നത് വരെ ചെയ്യണം. ആദ്യത്തെ കണ്ടെയ്നറിൽ നിന്നും ലിക്വിഡ് ഫെർട്ടിലൈസർ എല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഈ ബക്കറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റ് ആവുകയും ചെയ്യും. കാരണം ഇതിലിരുന്ന് തന്നെ അത് കുറേ ചെയ്യുമല്ലോ. വേസ്റ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വലിയ വലിയ കഷ്ണങ്ങളാണെങ്കിൽ, അതായത് വാട്ടർമെലൻ്റെയും പപ്പായയുടെയും ഒക്കെ തൊലികൾ വലിയ കഷ്ണങ്ങളായിട്ടല്ലേ ഉണ്ടാവുക. അങ്ങനെയുള്ളതിനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം ഇടാനായിട്ട്. വേസ്റ്റ് നിറച്ചതിന് ശേഷം ബക്കറ്റ് എപ്പോഴും അടച്ചു വെക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഫ്ലൈസ് വരും. ഈ കമ്പോസ്റ്റ് ബക്കറ്റിന് ഇതുപോലെ കുറച്ച് ഉയർത്തി വെക്കണം നിലത്ത് നിന്നും, അല്ലെങ്കിൽ അടിഭാഗത്തുള്ള തുളകളെല്ലാം അടഞ്ഞു പോകും. ബക്കറ്റ് നിറഞ്ഞതിന് ശേഷം 2 ആഴ്ച കൂടുമ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇതുപോലെ ചെയ്തിട്ട് കമ്പോസ്റ്റ് ആയതാണ് ഈ കാണുന്നത്. നമ്മൾ പച്ചക്കറി കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സീസൺ കഴിയുമ്പോൾ പറിച്ചു മാറ്റുന്ന വള്ളികളും കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചെടികൾ പ്രൂൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇലകളൊക്കെ കമ്പോസ്റ്റിലേക്ക് ഇടാവുന്നതാണ്. ഞാൻ ഈ പപ്പായ ചെടികൾക്കും ശംഖുപുഷ്പത്തിനും വെറും കമ്പോസ്റ്റ് മാത്രമാണ് ഇട്ടത്. ഇവ എത്ര നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ചെലവില്ലാത്തതും എളുപ്പത്തിൽ ചെയ്യാവുന്നതുമായ ഒരു കമ്പോസ്റ്റിംഗ് മെത്തേഡാണിത്. വെജിറ്റബിൾ വേസ്റ്റ് മാത്രമല്ല, നോൺ വെജ് വേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ ഇടാം. അതുപോലെ ഈ ചുവട്ടിൽ വീണ് കിടക്കുന്ന ഇലകളൊന്നും ഞാൻ പെറുക്കി കളയാറില്ല. അത് അവിടെ തന്നെ വിടുകയാണ് പതിവ്, വളമാകാനായിട്ട്. കൂടാതെ ഈ ചെടിച്ചട്ടികളിൽ വീണ് കിടക്കുന്ന ഇലകളും പൂക്കളും എല്ലാം നല്ലൊരു ജൈവ വളമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റിനെ കളയാതെ കമ്പോസ്റ്റ് ആക്കുകയാണെങ്കിൽ നല്ലൊരു ജൈവ വളമായിട്ട് ഉപയോഗിക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആർക്കെങ്കിലും ഗാർഡൻ ഇല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും കൂടി വേസ്റ്റ് കളക്ട് ചെയ്ത് കമ്പോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ നല്ലപോലെ വളം കിട്ടുമല്ലോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.